പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ആദ്യം തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രഭാത വചനത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. രക്ഷാകരമായ സ്ലീബാ പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനും വേണ്ടി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ ഭാഗത്തോട് സമാനമായിരിക്കുന്ന ആശയം ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 24 മുതലുള്ള വചനഭാഗം. വചനം പറയുന്നു, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒന്നുകിൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ദൈവത്തെയും മാമോനെ സേവിപ്പാൻ നിങ്ങൾക്കാർക്കും കഴിയുകയില്ല. എത്ര അനുഗ്രഹകരമായ അർത്ഥഗർഭമായ വചനമാണ്. ഒരു പക്ഷേ കാലിക പ്രസക്തമായ ചിന്തകൾ കുടികൊള്ളുന്ന വേദചിന്ത കൂടിയാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത്. മാമോൻ എന്ന പദത്തിന് ധനമെന്നും നിക്ഷേപമെന്നൊക്കെയാണ് സാധാരണ രീതിയിൽ ഭാഷാന്തരം ചെയ്യുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ എന്തിനെയാണ് ഏറ്റവും അധികം വിലമതിക്കുന്നതെന്ന് ഈ വേദഭാഗം വളരെ സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് യജമാനന്മാരെയാണ് നമ്മുടെ മുന്നിൽ വചനം പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, സർവശക്തരായ ദൈവം. രണ്ട്, ദൈവസൃഷ്ടിയായ മനുഷ്യനെ അടിമകളാക്കാൻ ഭൂമിയിലെ ധനത്തെയും നിക്ഷേപങ്ങളെയും ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്തുന്ന സാത്താൻ. അതുകൊണ്ട് വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇഹലോക ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ധനവും നിക്ഷേപങ്ങളും വളരെ ബുദ്ധിപൂർവമായി വിനിയോഗം ചെയ്യേണ്ടതാണ്. വളരെ സൂക്ഷ്മമായി ചെലവഴിക്കേണ്ടതാണ്. അവയോടുള്ള നിങ്ങളുടെ സമീപനം ഏറെ കരുതലുള്ളതായിരിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ലൗകിക വസ്തുക്കളുടെ ബുദ്ധിപൂർവമായ വിവേകപൂർണമായ ഉപയോഗവും അവയോടുള്ള മനോഭാവവും ഇഹലോക ജീവിതത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതത്തിൽ ബുദ്ധിയും വിവേകവും വിശ്വസ്തതയും ഉള്ളവരായിരിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ അധികാരിയാക്കി സർവത്തിലും പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ധനത്തെയും നിക്ഷേപങ്ങളെയും ഒരിക്കലും നമ്മുടെ യജമാനന്മാരാക്കാതിരിക്കുക. യഹൂദ റബിമാരുടെ ഇടയിൽ വളരെ മനോഹരമായ ഒരു ചൊല്ലുണ്ടായിരുന്നു. ഇഹലോക ജീവിതത്തിൽ ധനവാന്മാർ സാധുക്കളെ സഹായിക്കുക, വരുവാനുള്ള ലോകത്തിൽ സാധുക്കൾ തീർച്ചയായും ധനവാന്മാരെ സഹായിക്കും. വിധവയുടെ ഭവനവും ദരിദ്രന്റെ മടിശീലയുമാണ് ദൈവരാജ്യത്തിലെ സമൃദ്ധിക്ക് നിങ്ങളെ സഹായിക്കുന്ന നിക്ഷേപങ്ങൾ. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ധനവും മാനവും നിങ്ങളുടെ സമ്പത്തും വിവേകപൂർണം ചെലവഴിക്കുക എന്നാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ധനം നല്ല ദാസനാണ്, അതേസമയം മോശപ്പെട്ട യജമാനനുമാണെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള വചനഭാഗത്ത്
അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ധനത്തോടുള്ള നിങ്ങളുടെ അമിതമായ ആസക്തി നാശത്തിന് കാരണമായി തീരും. ദ്രവ്യാഗ്രഹം സർവ നാശത്തിന്റെ മൂല കാരണമാണെന്ന് വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്തും നിക്ഷേപങ്ങളും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാകരുത്, മറ്റുള്ളവന്റെ സഹായത്തിനും കൂടി ഉപകരിക്കുന്നതാകണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതൊരു ചിന്ത കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗത്ത് മുന്നോട്ട് വയ്ക്കുന്നത്, നിങ്ങൾ സ്വയം നീതീകരിക്കുന്നവരാണ്. ധനവാന്മാരായിരിക്കുന്ന നിങ്ങൾ സ്വയം നീതീകരിക്കുന്നവരാണ്. സമ്പത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ പരീശന്മാരെ പോലെ, സാധുക്യരെ പോലെ നിങ്ങളെ തന്നെ സ്വയം നീതീകരിക്കുന്നവരായി തീർന്നിരിക്കുകയാണ്. സ്വയം നീതീകരണം ദൈവത്തിന്റെ സന്നിധിയിൽ അറപ്പാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. പാപങ്ങളുടെ ആധിക്യത്തിൽ നട്ടം തിരിയുമ്പോഴും മ്ലേച്ഛതകളുടെ ശൂന്യതയെങ്കിൽ അസ്വസ്ഥപ്പെടുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരായി തീരുന്നു. നിങ്ങൾ ചിലമ്പുന്ന പാത്രങ്ങളായി മാറുന്നു. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക. ജീവിതത്തിന്റെ ചുറ്റുപാടുകളെ ചിട്ടയോടെ ക്രമപ്പെടുത്തുക. മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ പരിപ്രേക്ഷ്യവും അനുഗ്രഹത്തിന് കാരണമായി തീരുന്ന രീതിയിൽ അതിനെ പുനഃക്രമീകരിക്കുക. നിങ്ങളുടെ മുൻഗണനാ ക്രമങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്തുക എന്ന് വചനം ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ധനത്തോടും ഇഹലോക നിക്ഷേപങ്ങളോടുമുള്ള മനുഷ്യന്റെ സമീപനം ഏറെ മോശമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, വിവേകശൂന്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, നല്ല ദാനങ്ങളെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യാൻ, ഉപയോഗിക്കാൻ, വ്യാപരിപ്പിക്കുവാൻ, നമുക്ക് കരുതലും കരുത്തുമുള്ളവരായിരിക്കാൻ ഈ വചനം നമ്മെ ഏറെ സഹായിക്കും. ഒരു ദാസന് 2 യജമാന്മാരെ സേവിപ്പാൻ സാധിക്കയില്ലെങ്കിൽ, ഈ ലോകത്ത് നിത്യജീവന്റെ അനുഭവം തരാൻ സാധിക്കാത്ത മാമോനെ വിട്ട് ശാശ്വതമായ സമാധാനവും സന്തോഷവും നിത്യജീവനും പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ദൈവത്തെ തന്നെ സാക്ഷാൽ യജമാനായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും അനുഗ്രഹ സമൃദ്ധമായ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.